ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ പത്രമാറ്റിലെ കഥ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യങ്ങളെല്ലാം നമ്മൾ അനന്തപുരി തറവാട്ടിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മുന്നോടിയായിട്ട് ചെറിയ തർക്കങ്ങളും വഴക്കുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു തർക്കങ്ങൾക്കും വഴക്കുകൾക്കും എല്ലാം സമാപനം അല്ലെങ്കിൽ എല്ലാം തീരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇന്ന് അനന്തപുരി തറവാട്ടില് പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണ്. വലിയൊരു ആഘോഷം തന്നെ നടക്കാൻ പോവുകയാണ്. അപ്പൊ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഈ ചതിക്കുഴികൾ ഒരുക്കിയവരെല്ലാവരും വെളിച്ചത്തോട്ട് വരുമോ ഇല്ലയോ, എന്താണ് സന്തോഷം എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ച് നമ്മുടെ നയനയും നവ്യയും ആദർശൊക്കെ പുറത്തു പോയിട്ട് വന്നതാണ്. അപ്പോൾ എന്താ സംഭവം, നിങ്ങൾ എവിടെ പോയതാ, ഇതൊക്കെ എന്താ അർത്ഥം എന്നൊക്കെ ചോദിച്ചിട്ട് അവർ നോക്കുമ്പോഴാണ് നിർമ്മലിന്റെയും നവ്യയുടെയും ഫോട്ടോസ് അവിടെ കിടക്കുന്നത് കാണുന്നത്. അപ്പൊ അപ്പോൾ നവ്യ ഇത് കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട്, ഇതെല്ലാം ശരിയല്ല, ഇതെല്ലാം കള്ളമാണ്, എന്നെ ചതിച്ചതാണ് എന്ന് അവിടെ പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം കേട്ടിട്ടും അബിയും നമ്മുടെ ജലജയും കൂടി നവ്യയെ നയനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇതെല്ലാം മനഃപൂർവ്വം നവ്യ ചെയ്തതാണെന്നും നവ്യ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. കാരണം ഒരു വട്ടം നവ്യ ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് പാഡ് കെട്ടിവെച്ച് എല്ലാവരെയും പറ്റിച്ചത് കൊണ്ട് തന്നെ നവ്യ ഇനി വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇതെല്ലാം നവ്യയുടെ മനഃപൂർവ്വമുള്ള ചതിയാണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് ജലജ അവിടെ കിടന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, ജലജയുടെ ഈ ഒരു വാക്കുകളെല്ലാം കേട്ടിട്ട് അബിയും പറയുവാണ്, ഞാൻ ഇതെല്ലാം വിശ്വസിച്ചു പോയി, നവ്യെ ഞാൻ സ്നേഹിച്ചു പോയി, പക്ഷെ ഇതെല്ലാം തെറ്റായിരുന്നു, അവളെ ഇനി ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല, ഇതെല്ലാം അവളെ ചതിയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ഡ്രാമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് വീണ്ടും നവ്യ നയനയും പറയുന്നുണ്ട്. അത് മാത്രമല്ല ആദർശം പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, ആദർശൻ എന്താണ് പറയാനുള്ളതെന്ന് ആദ്യം കേൾക്കട്ടെ, എന്നിട്ട് നിങ്ങൾ കിടന്ന് വഴക്കുണ്ടാക്കിയാൽ മതി എന്ന് പറയുകയും ആദർശ് സത്യം പറയുന്നുണ്ട്. ഇതേപോലെ നവ്യ ഒരാളെ ചതിക്കുന്നുണ്ടെന്നും അത് നവ്യ എന്നോട് പറഞ്ഞില്ല, പക്ഷെ നയനയോട് നവ്യ പറഞ്ഞു, നയന എന്നോട് സത്യം പറഞ്ഞായിരുന്നു, അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തതാണ്. അപ്പോൾ നയനയും പറയുന്നുണ്ട്, ചേച്ചി എന്നോടാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഒരു ഗർഭിണിയാണെന്ന് പറഞ്ഞ് കള്ളം പറ്റിച്ചത് കൊണ്ട് തന്നെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതാണ്, എന്തൊക്കെ ഉണ്ടെങ്കിലും അത് ആദർശനോട് പറയണമായിരുന്നു എന്ന്. അതുകൊണ്ട് അങ്ങനെ ഒരു ചതി ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദർശേട്ടനോട് സത്യം പറഞ്ഞതെന്നും ഇത് കേട്ടിട്ട് ആദർശ് പറയുവാണ്, അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിർമ്മലിനെ തേടി പോയിരുന്നു. പിന്നെ നിർമ്മല് ഇതേപോലെ അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനായിട്ട് അന്ന് രാത്രി വന്ന സമയത്താണ് ഞാനും നയനയും നവ്യയും കൂടി പുറത്തു പോയതും അവര് നിർമ്മലിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. പക്ഷെ അതിന്റെ ഇടയിൽ നിർമ്മൽ നയനെ തള്ളിയിട്ടിട്ട് ഓടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നയനയ്ക്ക് പരിക്ക് പറ്റിയതെന്നും അങ്ങനെ വീണ്ടും അവൻ വിളിച്ചിട്ട് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ആ പൈസയും കൊണ്ട് പോയതാണ്. പക്ഷെ ബാഗിനകത്ത് പൈസയൊന്നുമില്ല, ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാഗ് കൊണ്ടുപോയി, പക്ഷെ ബാഗ് എടുക്കാൻ വന്നത് വേറൊരാളാണെന്നും അയാളെ ഞങ്ങൾ പിടിച്ചു, നല്ലപോലെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് വിട്ടയച്ചത്. പോലീസിനെ ഞാൻ വിവരം അറിയിച്ചിട്ടുണ്ട്, ഇനി എന്തായാലും നിർമ്മലിന്റെ ശല്യം ഉണ്ടാവത്തില്ല എന്ന് അവിടെ ആദർശ് പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ടും അബിയും ജലജയും കൂടി ഇതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഞാനെന്ന ഭർത്താവ് അവൾക്കുണ്ടായിട്ടും അവള് ആ ഒരു കാര്യമെല്ലാം ചേട്ടന്റെ അടുത്ത് പറയാനാണ് അവൾ ശ്രമിച്ചത്, എന്നോട് പറയാനായിട്ട് അവൾ കൂട്ടാക്കിയില്ല. ഇനി ഞാൻ എന്ത് വിശ്വാസത്തിലാണ് ഇവളെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒരു ഭാര്യ എനിക്ക് ആവശ്യമില്ല, എനിക്കിനി ഇവളെ വേണ്ട, ഇനി എന്താന്ന് വെച്ചാൽ ചെയ്തോ, എനിക്കിനി ഇവളെ വേണ്ട എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ജലജ ഒരുപാട് ദേഷ്യപ്പെടുകയും ജലജ എന്നിട്ട് നവ്യയെ പിടിച്ച് തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് നീ ഇറങ്ങിപ്പോയിക്കോ, നീ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നീ ഇനി ഇവിടെ നിൽക്കേണ്ട ഒരു കാര്യവുമില്ല എന്നൊക്കെ പറയുവാണ്. ഇതെല്ലാം കേട്ടിട്ട് ആദർശ് പറയുന്നുണ്ട്, നീ ആര് വിശ്വസിച്ചില്ലെങ്കിലും സ്വന്തം ഭാര്യയെ വിശ്വസിക്കേണ്ടത് നീയാണ്. സ്വന്തം ഭാര്യയുടെ ഭാഗത്ത് ആരുടെ ഭാഗത്താണ് ശരിയുള്ളത് അവരുടെ ഭാഗത്ത് നിൽക്കണം. നവ്യയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നവ്യ ശരിയാണ് ചെയ്തത്, അവളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് അറിഞ്ഞു വെച്ചിട്ടും നീ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അഭി പറഞ്ഞത്, ഇനി ഇപ്പോൾ ഈ ഒരു ഫോട്ടോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ പരക്കുമ്പോൾ, ഇതിപ്പോൾ മോർഫിംഗ് ആണെന്നല്ലേ പറയുന്നത്, എന്തായാലും പരക്കുമ്പോൾ എല്ലാവരും പറയും, ഇങ്ങനെ ഒരു പെൺകുട്ടിയാണോ നീ ഭാര്യയായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നതെന്ന്, ആ ഒരു പഴിയും കൂടി എനിക്ക് കേൾക്കണോ എന്നൊക്കെ പറയുകയും ജലജ നവ്യയെ പിടിച്ച് തള്ളാനായിട്ട് ശ്രമിച്ച് നവ്യ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അടിപിടിയിൽ നവ്യ പെട്ടെന്ന് തലറങ്ങി വീഴുന്നുണ്ട്. അപ്പൊ ഇത് കണ്ട ഉടനെ തന്നെ നയന ഓടി വന്ന് നവ്യയെ പിടിക്കുകയും, ചേച്ചി എന്താ സംഭവം അല്ലെങ്കിൽ എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുകയാണ്. പക്ഷെ അവിടെ ജലജ പറഞ്ഞത്, ഇതെല്ലാം ഇവളുടെ വീട്ടുകാരുടെ ഒരു സ്വഭാവമാണ്, എന്തെങ്കിലും പറയുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ തലയിറങ്ങി വീഴുന്നത് അവളുടെ സ്വഭാവമാണെന്നും ഇത് കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ മുത്തശ്ശൻ അവിടെ ചെയ്തത് നേരെ അബിക്ക് 2 തല്ല് കൊടുത്തിട്ട് അബിയുടെ അടുത്ത് പറഞ്ഞത്, സ്വന്തം ഭാര്യ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ വിശ്വസിക്കേണ്ട ആളാണ് നീ, അല്ലാതെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല എന്നും
നിന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നിന്നോട് പറയാതെ അവൾ ഏട്ടൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്രത്തോളം വിശ്വാസം മാത്രമേ നിന്റെ അടുത്തുള്ളൂ, അത്രയ്ക്ക് വിശ്വാസം മാത്രമേ നീയും കാണിച്ചിട്ടുള്ളൂ. അത് നിന്റെ കഴിവുകേട് കൊണ്ടാണ്, അല്ലാതെ അവളുടെ പ്രശ്നമല്ല എന്ന് മുത്തശ്ശൻ പറയുകയും, അത് മാത്രമല്ല എന്തായാലും ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് ഇത് തീരുമാനിച്ച മതി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ നവ്യയെ ഇത് അകത്തോട്ട് കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. എന്നിട്ട് ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ വന്ന് നവ്യയെ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ച ശേഷം ഇത് പരിശോധിക്കാനായിട്ട് കയറ്റി. അപ്പോൾ നിങ്ങൾ എന്തായാലും പുറത്തോട്ട് ഇറങ്ങുക, ഞാൻ എന്തായാലും നോക്കട്ടെ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ അകത്ത് കയറിയതിന് ശേഷം ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നയനയും അബിയും പുറത്തിറങ്ങിയ സമയത്ത് നയന അബിയോട് ചോദിക്കുന്നുണ്ട്, നീ നിനക്ക് എവിടെന്നാ ഈ ഫോട്ടോസ് കിട്ടിയത്? അപ്പോൾ അബി പറഞ്ഞത്, ഇതേപോലെ ഒരാൾ ഇവിടെ കൊണ്ടിട്ടിട്ട് പോയതാണ്, ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത്. അപ്പോൾ എന്തായാലും CCTVയിൽ അത് ആരാണ് കൊണ്ടിട്ടതെന്ന് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ അബിയെ നയന ചോദ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ അബി പറഞ്ഞതിലെല്ലാം എന്തോ ഒരു വിശ്വാസക്കുറവ്, അബിയുടെ ആ ഒരു സ്വഭാവമൊക്കെ കാണുമ്പോൾ തന്നെ നയനയ്ക്ക് ചെറിയ സംശയമുണ്ട്. എന്തായാലും ആ ഒരു സംശയങ്ങൾ ഇങ്ങനെ നിലനിൽക്കുവാണ്. ഈ സമയത്ത് ഡോക്ടർ ഇറങ്ങി വന്നതിന് ശേഷം, എന്താ ഡോക്ടറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, നവ്യ ഗർഭിണിയാണ്, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ് അറിയാൻ പോകുന്നത്, തീർച്ചയായിട്ടും നവ്യ ഗർഭിണിയാണ്, ഞാൻ ഈ ഒരു വിവരം മുത്തശ്ശനെ അറിയിച്ചോളാം എന്ന് പറഞ്ഞ് ഡോക്ടർ തന്നെ ഇറങ്ങി വന്നതിന് ശേഷം എല്ലാവരോടും പറയുന്നുണ്ട്, മുമ്പ് നിങ്ങളുടെ ഫാമിലി ഡോക്ടർ കാണിച്ചതുപോലെ കള്ളം പറയുന്നതല്ല, ശരിക്കും ഞാൻ കാര്യം പറയുവാണ്, നവ്യ ഗർഭിണിയാണ്, നിങ്ങൾ ഒരു മുത്തശ്ശനാവാൻ പോവുകയാണ് എന്ന് അവിടെ എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോൾ നയനയും നവ്യയൊക്കെ ഇറങ്ങി വരുവാണ്. അപ്പോൾ നവ്യ എന്തായാലും ഹോസ്പിറ്റലിലോട്ട് വന്നാൽ മതി, ചെക്കപ്പിന് വരണം, ഞാൻ കുറച്ച് വിറ്റാമിൻ ടാബ്ലറ്റ്സ് എഴുതി തരാം, അത് കഴിച്ചാൽ മതി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കാരണം നവ്യ ഇനിയിപ്പോൾ പാഡ് കെട്ടി വെച്ചിട്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ, യഥാർത്ഥത്തിൽ ഗർഭിണിയല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വെറുതെ കളിയാക്കുന്നുണ്ട്. എന്തായാലും നവ്യക്ക് എനിക്ക് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇതെല്ലാം കേട്ടിട്ടും അബിയുടെ മുഖത്ത് സന്തോഷമേ ഇല്ല. നിനക്കെന്താ ഒരു സന്തോഷമില്ലാത്തെന്ന് ജയൻ ചോദിക്കുമ്പോൾ, ഇവളെ എങ്ങനെ വിശ്വസിക്കാനാണ്? ഒരു വട്ടം ഗർഭിണിയാണ് എന്ന് പറഞ്ഞ് ഇവളെ എല്ലാവരെയും പറ്റിച്ചതാണ്, അങ്ങനെയുള്ള സ്ഥിതിക്ക് ഇവളെ എങ്ങനെ വിശ്വസിക്കും? അത് മാത്രമല്ല, ഇവിടെ ഒരു ഫോട്ടോസ്, ഇവളുടെയും നിർമ്മലിന്റെ എന്ന് പറയുന്ന അവന്റെ ഫോട്ടോസ് കിട്ടിയിട്ട് അതിന്റെ കാര്യത്തിൽ ഒരു തീർപ്പും വന്നിട്ടില്ല, അത് യഥാർത്ഥമാണോ അല്ലെങ്കിൽ കള്ളമാണോ എന്നൊന്നും തെളിഞ്ഞിട്ട് പോലുമില്ല. അങ്ങനെയുള്ള സ്ഥിതിക്ക് ഞാൻ എങ്ങനെ ഇവളെ വിശ്വസിക്കും? അത് മാത്രമല്ല, ഇനി ഈ കുഞ്ഞ് എന്റേതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് എന്നവിടെ പറയുകയും, അപ്പോൾ നവ്യക്ക് നല്ല ദേഷ്യം വന്നു. നവ്യ നേരെ അബിയുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അബിയോട് ചോദിക്കുവാണ്, നിനക്ക് ഇതിലെന്താ സംശയം? അപ്പോൾ അബി പറഞ്ഞത്, ഇത് നീ കരുതിക്കൂട്ടി കള്ളം കാണിക്കുന്നതാണോ എന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ആ ഒരു ഫോട്ടോയിലുള്ള ആ ഒരു ഫോട്ടോ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് ഇതുവരെയും തെളിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇതിപ്പോൾ എൻ്റെ കുഞ്ഞല്ല വേറെ ആരുടെയെങ്കിലും കുഞ്ഞാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുകയും, ഇത് കേട്ടോടനെ നവ്യക്ക് നല്ല ദേഷ്യം വന്നു. നവ്യ നമ്മുടെ അബിയുടെ കാരണം പുകച്ചൊരെണ്ണം കൊടുത്തു. ഇത് നേരത്തെ അബിക്ക് കിട്ടേണ്ടതാണ്, കിട്ടിയിരുന്നെങ്കിൽ അവ കുറച്ചെങ്കിലും നന്നായേനെ. പക്ഷെ ഇപ്പോ എന്തായാലും അവൻ നന്നാവാനൊന്നും പോകുന്നില്ല. എന്തായാലും നവ്യ ഇപ്പൊ കുറച്ചു മാറി, നല്ല സ്വഭാവത്തിലോട്ട് നവ്യ എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നവ്യ ഇങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ നല്ലൊരെണ്ണം കൊടുത്തത്. അതോടുകൂടി നമ്മുടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ്. പിന്നെ എന്തൊക്കെ സംഭവിക്കും? എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നവ്യ കാണിച്ചത് എന്തുകൊണ്ടും ശരിയാണ്. അബിയുടെ ഈ ചതി എന്തായാലും പൊളിയും, ഉറപ്പാണ്. ആ ഒരു ചതി പൊളിയാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്തായാലും അബി ആണ് ഇതിന്റെ പിന്നിലെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും നവ്യ ഗർഭിണിയാണ് എന്ന് എല്ലാവരും അറിഞ്ഞു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവങ്ങൾ നടക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും ടാറ്റാ ബൈ.